നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. എത്ര പഠിച്ചാലും നമുക്ക് ഏത് പരീക്ഷയ്ക്കും ഒരു ടെൻഷനുണ്ട്. അത് പണ്ടുമുണ്ട്, ഇന്നുമുണ്ട്. എക്കാലവും പഠിത്തത്തിൽ ഏത് ലെവലിൽ പഠിച്ചാലും ആ ടെൻഷനുണ്ട്. പക്ഷെ നമുക്ക് ടെൻഷൻ കുറച്ച് പിടിക്കാം. വളരെ ടെൻഷൻ കുറച്ച്, പ്രത്യേകിച്ചും പബ്ലിക് എക്സാം വരാനിരിക്കുമ്പം ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇത്രയും ടെൻഷൻ ആവേണ്ട ആവശ്യമുണ്ടോ? ഇതുവരെയും പഠിക്കാത്ത കുട്ടികൾക്കും ഈ വീഡിയോ ഒന്ന് കണ്ടാൽ, വളരെ ഷോർട്ട് വീഡിയോ, 2-3 മിനിറ്റേ ഉള്ളൂ, 2 മിനിറ്റേ കാണത്തുള്ളൂ, ഒന്ന് കണ്ടുപിടിച്ചാൽ ഓക്കെയാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാ ഇമ്പോർട്ടൻറ്റ് വീഡിയോസും നോട്ട്സും എല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത്, ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിനകത്തിൻ്റെ ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അതിനകത്ത് കയറിയാൽ നിങ്ങൾക്ക് എല്ലാം കണ്ടുപിടിക്കുക. അത് എല്ലാ വിഷയങ്ങളിലും കിട്ടും. പ്രാക്ടിക്കൽസ്, പബ്ലിക് എക്സാം വരെ നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും കിട്ടും. ഓക്കെ, അന്നേരം നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ടെൻഷൻ എങ്ങനെ കുറയ്ക്കാം? ഇപ്പം നിങ്ങൾ ഫിസിക്സിൻ്റെ കാര്യം എടുക്കുക. ഫിസിക്സിൻ്റെ സെക്കൻഡ് ടൈമിൽ മാഗ്നറ്റിസം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, വേവ് ഒപ്റ്റിക്സ്, പക്ഷേ തലേ നിൽക്കുന്നില്ല, ഒരെണ്ണം പഠിച്ച് കഴിയുമ്പോഴത്തേന് അടുത്തത് മറന്നു പോകുന്നു. ഇതൊക്കെയല്ലേ നിങ്ങളുടെ ടെൻഷൻ? അത്ര ടെൻഷനാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യം ചെയ്യുക. ഇപ്പം എല്ലാം പഠിക്കുന്നതിൽ പല കാറ്റഗറിയിലുണ്ടല്ലോ കുഞ്ഞുങ്ങൾ. എന്ന് പറയാൻ കുട്ടികൾ പല കാറ്റഗറിയിലാണ്. എല്ലാം പഠിക്കുന്നവരെല്ലാം പഠിച്ചു, എല്ലാം പഠിക്കാൻ പറ്റാത്തവരുണ്ടല്ലോ. അവർക്കും ടെൻഷൻ ഉള്ളവർക്കും വേണ്ടിയാണ് പ്രത്യേകിച്ച് ഈ വീഡിയോ. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? പഠിക്കുന്ന ടോപ്പിക്കുകൾ നല്ല കിടുക്കനായിട്ട് ഫിനിഷ് ഇറ്റ് ഓഫ്, തീർത്ത് പഠിക്കുക. ഇപ്പം മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ഒരു എസ്സേയില്ല, ഒരു പ്രോബ്ലംസ് ഇല്ല, ആകെ ഷോർട്ട് ക്വസ്റ്റ്യൻ മാത്രം. പഠിക്കുമ്പോൾ ആ ടോപ്പിക്ക് ഫെറോ മാഗ്നറ്റിക്, ഡയോ മാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് നല്ല നോട്ടുകൾ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് പഠിക്കാം. നമ്മുടെ ഇതിനകത്ത് കിടപ്പുണ്ട്. നിങ്ങൾ നോട്ട്സ് കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ഇട്ടു, വളരെ സിമ്പിളായിട്ടുള്ള നോട്ട്സാണ്. ഇത് പഠിക്കുമ്പം പബ്ലിക് എക്സാമിനോട് ചേർത്ത് പഠിക്കണം. ഇത് പിന്നീട് പഠിക്കേണ്ടാത്ത രീതിയിൽ അങ്ങ് കൊന്നുകളയുന്ന രീതിയിൽ പഠിക്കണം. അതുപോലെ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2-3 ചാപ്റ്റർ പഠിച്ചു, പക്ഷെ ആ ചാപ്റ്റർ ഗംഭീരമായിട്ട് പഠിച്ച് തീർത്തിരിക്കണം. അല്ലാതെ 5 ചാപ്റ്റർ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് തളർന്നു പോയിട്ട് ഒരു ചാപ്റ്റർ പോലും പഠിക്കാത്തതിനെക്കാട്ടിൽ നല്ലത് പഠിക്കുന്ന 2-3 ചാപ്റ്റർ ഉള്ളെങ്കിലും അത് നല്ല കിടുകാച്ചായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് എക്സാമിനും നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഇപ്പം ഇങ്ങനെ ക്രിസ്മസ് എക്സാമിന് സ്കോർ ചെയ്താൽ, നല്ലപോലെ ഫിനിഷ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാം വരുമ്പം ഈ ചാപ്റ്ററുകളൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ എല്ലാ ചാപ്റ്ററുകളും നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. അതായത് ക്രിസ്മസ് എക്സാമിന് ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. പഠിക്കേണ്ട ചാപ്റ്ററുകൾ, പഠിക്കുന്ന ചാപ്റ്ററുകൾ വ്യക്തവും ശക്തവുമായി നിങ്ങളങ്ങ് പഠിച്ചു തീർക്കുക. അത് നിങ്ങൾക്ക് ഗംഭീര മാർക്ക് കിട്ടും, ഗംഭീര കോൺഫിഡൻസ് കിട്ടും. നിങ്ങൾക്ക് ഒരിക്കലും മറക്കത്തുമില്ല, അടിപൊളിയാവുകയും ചെയ്യും. പോരെ? ഇതേപോലെ ഫോളോ ചെയ്യുക. നെവർ എവർ ഗിവ് അപ്പ്.